ആലാപന മത്സരത്തിലേക്ക് ടീം ബി. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുൾ ചെയ്തിടേണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ആശയം വിശദീകരിച്ചോളൂ. ശ്രീരാമൻ സീതാദേവിയെയും സഹോദരന്മാർ മാണ്ഡവി, ശ്രുതകീർത്തി, ഊർമിള എന്നിവരുമായി വിവാഹം നടന്ന ശേഷം അയോധ്യയിലേക്ക് മടങ്ങും വഴി 18 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ ഇവരെ തടയുന്നു. ആവശ്യമില്ലാത്ത വാക്കുതർക്കവും വെല്ലുവിളികളുമായി യുദ്ധസമാനമായ ഒരു രംഗം സൃഷ്ടിക്കുന്നു. കേവലം കൗമാരം കഴിഞ്ഞ് യൗവനാരംഭത്തിലുള്ള രാമൻ വളരെ എളിമയോടും കേണപേക്ഷിച്ചിട്ടും ധിക്കാരിയും കോപിഷ്ഠനുമായ പരശുരാമൻ തന്നോട് യുദ്ധം ചെയ്യാതെ അവരെ പോകുവാൻ അനുവദിച്ചില്ല. തൻ്റെ പക്കലുള്ള വൈഷ്ണവചാപം അവർക്കു നൽകിക്കൊണ്ട് കുലയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ ഒരമ്പെടുത്ത് കുലച്ച വില്ലിൽ തൊടുത്ത് അനായാസം വലിച്ചു നിറച്ച് ലക്ഷ്യം കാണിച്ചു തരുവാനായി ആവശ്യപ്പെടുന്നു. തൻ്റെ ബാണം നിഷ്ഫലമാവുകയില്ലെന്നും ലക്ഷ്യത്തെ തകർക്കുക തന്നെ ചെയ്യുമെന്നും പറയുമ്പോൾ പരശുരാമൻ തൻ്റെ അവതാരാംശമായ ശ്രീരാമനെ പ്രകീർത്തിച്ച് ഭജിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.